കാശുള്ളവരെ മതി അമേരിക്കയ്ക്ക്, കാശുള്ളവർ അമേരിക്കയ്ക്ക് വരണോ എന്ന് മറുചോദ്യം. എന്തായാലും സർക്കാർ പുറപ്പെടുവിച്ച പുതിയ ഉത്തരവ്, പുതിയതെന്ന് പറയാനാവില്ല, ആ പ്രാബല്യത്തിൽ വരാൻ പോകുന്ന ഉത്തരവ് നമ്മുടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിലൊക്കെ എഴുതി വച്ചിരിക്കുന്നതിന് നേരെ വിപരീതമാണ്. സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിൽ എഴുതി വച്ചിരിക്കുന്നത് നിങ്ങളുടെ ദുർബലരെയും പാവങ്ങളെയും പട്ടിണിക്കാരെയും ഒക്കെ എനിക്ക് തരിക, അവരെ ഞാൻ പരിപാലിച്ചു കൊള്ളാം എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അതായിരുന്നു അമേരിക്കയുടെ ഒരു മുദ്രാവാക്യമായിട്ട് മുൻകാലങ്ങളിലൊക്കെ ഉയർത്തി പിടിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പം പുതിയ നിയമം വന്നിരിക്കുന്നത് ഈ ട്രംപിൻ്റെ ഒന്നാം ഭരണത്തിൻ്റെ കാലത്ത് അവസാന സമയത്ത് ഈ സർക്കാരിൻ്റെ ഏതെങ്കിലും ആനുകൂല്യം പറ്റിയവർ അവർക്ക് ഗ്രീൻ കാർഡ് അല്ലെങ്കിൽ വിസ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല. അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഇതൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഗ്രീൻ കാർഡൊക്കെ കിട്ടുന്നതിന് വിഷമമാകും, അത് ചോദ്യം വരും എന്ന് ഉത്തരവിട്ടു. അതിനെതിരെ കോടതിയിൽ പോയി. പിന്നെ ബൈഡൻ ഭരണകൂടം വന്നപ്പോഴത്തേക്ക് ഈ നിയമത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി. പ്രധാനമായും മാറ്റം വരുത്തിയത് മെഡിക്കെയ്ഡ്, ഈ രോഗം വന്ന പാവങ്ങൾക്ക് പൈസ ഒന്നും കൊടുക്കാതെ ചികിത്സിക്കാനുള്ള സംവിധാനം മെഡിക്കെയ്ഡ്, അതുപോലെ തന്നെ ഫുഡ് സ്റ്റാമ്പ്. പ്രത്യേകിച്ച് ഈ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ US സിറ്റിസൻസും ആയിരിക്കും, അവർക്ക് കിട്ടാവുന്ന ആനുകൂല്യമാണ്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഫുഡ് സ്റ്റാമ്പ്, ഇങ്ങനെയൊക്കെയുള്ള ആനുകൂല്യങ്ങൾ. അപ്പോൾ ഇത് പറ്റുന്നവരെ അങ്ങനെയുള്ള കാര്യങ്ങൾ പരിഗണിക്കേണ്ടതില്ല. അതല്ലാതെ സർക്കാരിൻ്റെ സർക്കാരിൽ നിന്ന് ക്യാഷായിട്ട് ഉള്ള ആനുകൂല്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യപ്പെട്ട ആനുകൂല്യങ്ങൾ കിട്ടിയവരെ മാത്രം പരിഗണിച്ചാൽ മതി, അവരുടെ കാര്യം മാത്രം പരിഗണിച്ചാൽ മതി എന്നാണ് ബൈഡൻ ഉത്തരവിട്ടത്. അതിപ്പോൾ റദ്ദാക്കിക്കൊണ്ടാണ് പുതിയ ഉത്തരവ് വന്നിരിക്കുന്നത്. അപ്പോൾ പുതിയ ഉത്തരവ് അടുത്ത മാസം പ്രാബല്യത്തിൽ വരും, സെപ്റ്റംബർ 18. അതനുസരിച്ച് സർക്കാരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ, മെഡിക്കെയ്ഡ് ആയാലും അല്ലെങ്കിൽ സ്നാപ്പ് അത് ഫുഡ് സ്റ്റാമ്പ് അങ്ങനെയുള്ള ആനുകൂല്യങ്ങളായാലും കിട്ടിയവർ അവരുടെ അക്കാര്യം കൂടി ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ പരിഗണിക്കണം. അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് തീരുമാനമെടുക്കാം. അപ്പോൾ ഇതൊക്കെ കൂടെ കിട്ടിയ ആളാണെങ്കിൽ അത് ഈ അപേക്ഷ നിരസിക്കുന്നതിന് ഒരു പ്രയാസവുമില്ല, അത് ലീഗലാണ്. അങ്ങനെ നിരസിക്കുന്നതിനുള്ള എല്ലാ അധികാരവും അങ്ങേർക്ക് കിട്ടും. അപ്പോൾ ആ ഒരു വ്യക്തി ആണ് തീരുമാനമെടുക്കുക. ആ വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടം അനുസരിച്ചിരിക്കും കാര്യങ്ങൾ. വേണമെങ്കിൽ ഗ്രീൻ കാർഡ് കൊടുക്കാതിരിക്കാം. പക്ഷേ ഇതെല്ലാം പരിഗണിക്കണം എന്നുള്ളതാണ്. ഇതിനെതിരെ പിന്നെ ഈ കോടതിയിലൊക്കെ പോകാൻ കഴിയുമോ എന്നുള്ളത് കൃത്യമായിട്ട് വ്യക്തമല്ല. ഇനി ഏതൊക്കെ ആനുകൂല്യങ്ങൾ പറ്റിയാലാണ് ദോഷം വരുന്നത് എന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ എങ്ങനെയായാലും ഇങ്ങനെ ഒരു ഉത്തരവ് വന്നുകൂടി നമുക്കറിയാം, ഈ മെഡിക്കെയ്ഡ് രോഗികളായിട്ടുള്ള ആളുകൾ ചികിത്സിക്കാൻ പോവുകയില്ല. കാരണം അത് രേഖയിൽ വരും, ഇത് പ്രശ്നമായി തീരും. പിന്നീട് ഗ്രീൻ കാർഡ് അപേക്ഷയുമായിട്ട് ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോഴത്തേക്ക് ഇതെല്ലാം പ്രശ്നമായി തീരും. പിന്നെ ഫുഡ് സ്റ്റാമ്പ് വാങ്ങുക, തീരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളുകൾ. അപ്പോൾ അവരെല്ലാം ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന അവസ്ഥ വരും, അവരെല്ലാം വിഷമത്തിലേക്ക് വരും. ഇപ്പോൾ സർക്കാർ തന്നെ പറയുന്നതാണ്ട് 9,50,000 പേരെങ്കിലും ഈ ഫുഡ് സ്റ്റാമ്പ് അങ്ങനെയൊക്കെയുള്ള ആ പ്രോഗ്രാമിൽ നിന്ന് പിന്മാറും, ഈ മെഡിക്കെയ്ഡ് ഇതിൽ നിന്നെല്ലാം പിന്മാറും ഈ ഉത്തരവ് വന്നതിന് ശേഷം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഗ്രീൻ കാർഡ് കിട്ടുക എന്നുള്ളതാണ് പ്രധാനം, ഇവിടെ ലീഗലാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കടമ്പയാണ്. അപ്പോൾ അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടത് ആ കടമ്പ കടക്കാതിരിക്കുന്ന സ്ഥിതി വരാൻ നമ്മളാരും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് പിന്നെയും കൂടുതൽ ത്യാഗങ്ങൾ സഹിക്കേണ്ട സ്ഥിതി വരും. വാസ്തവം പറഞ്ഞാൽ ഈ മെഡിക്കെയ്ഡ് അല്ലെങ്കിൽ ഈ ഫുഡ് സ്റ്റാമ്പ് ഇങ്ങനെയൊക്കെയുള്ള ഉപകാരങ്ങൾ ഈ വരുന്ന കാലത്താണ് ആളുകൾക്കിത് വേണ്ടത്. കാരണം അവർക്കിവിടെ പരിചയങ്ങളില്ല, ഇവിടെ കാര്യങ്ങൾ ഒന്നും അറിഞ്ഞുകൂടെ, അവരെ സഹായിക്കാൻ അധികം ആളുകളൊന്നും കണ്ടുവന്നു വരില്ല. ആ സമയത്താണ് ആളുകൾക്ക് സഹായമൊക്കെ വേണ്ടത്. പക്ഷേ ആ സമയത്ത് സഹായങ്ങൾ ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഗ്രീൻ കാർഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ മുതലുള്ള നിയമമാണ്, ഈ അമേരിക്കയിൽ വന്നിട്ട് പബ്ലിക് ചാർജ് ആകാതെ സർക്കാരിൻ്റെ ആനുകൂല്യം പറ്റുന്ന ആളുകൾക്ക്, അങ്ങനെ പറ്റാൻ സാഹചര്യമുള്ള ആളുകൾക്ക് ഇങ്ങോട്ട് ഒരു വിസയും കൊടുക്കരുത്. ഗ്രീൻ കാർഡ് മാത്രമല്ല, ഇങ്ങോട്ട് ഈ പുറത്തു നിന്നുള്ള വിസ അവർ സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കും എന്ന് ഏകദേശം ഉറപ്പ് വരുത്തുന്ന രീതിയിലുള്ള ആളുകളെയാണ് ഇങ്ങോട്ട് വിടുക. എന്ന് മാത്രമല്ല, ഇപ്പം ഗ്രീൻ കാർഡ് അപേക്ഷയ്ക്ക് ഈ സ്പോൺസർ ചെയ്യുന്ന ആളുകൾ നമുക്കറിയാം, നാട്ടിൽ നിന്ന് വരുമ്പോൾ ഈ അവരെ ടേക്ക് കെയർ ചെയ്ത് കൊള്ളാമെന്ന് എഴുതിയ ഒരു അഫിഡവിറ്റ് എഴുതി കൊടുക്കുന്നുണ്ട്. കാരണം നാട്ടിൽ നിന്ന് വരുന്നവർക്ക് സ്വത്തുക്കളോ വരുമാനമൊന്നും കാണുകയല്ലോ, ഇവിടെ വന്നു കുറച്ച് കഴിഞ്ഞാണ് അവർക്ക് ജോലിയും കൂലിയും ഒക്കെ ആവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു അഫിഡവിറ്റ് കൊടുക്കുന്നുണ്ട്, ഇവർ വന്നു കഴിഞ്ഞാൽ ഇവരെ ടേക്ക് കെയർ ചെയ്തോളാം, ഇവർ മൂലം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കെല്ലാം ഉത്തരവാദിത്വം വഹിച്ചോളാമെന്ന് പറഞ്ഞ്. അപ്പോൾ ആ അഫിഡവിറ്റ് അത് അത് കൊടുക്കുന്നയാൾ സിറ്റിസൺ ആകുന്നത് വരെ, അല്ലെങ്കിൽ അയാൾ ഇവിടെ ഈ 40 ക്വാർട്ടർ ജോലി ചെയ്ത് ഈ സോഷ്യൽ സെക്യൂരിറ്റിക്ക് അർഹനാകുന്ന ആ കാലം വരെ, അല്ലെങ്കിൽ തിരിച്ചു പോകുന്നവരെ ആ അഫിഡവിറ്റ് പ്രാബല്യത്തിലുണ്ടാവുകയും ചെയ്യും. അപ്പോൾ ആരെങ്കിലും സ്പോൺസർ ചെയ്തൊക്കെയാണ് ആളുകൾ വരുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടെ വന്നതിന് ശേഷം
ഈ ആളുകൾ പബ്ലിക് ചാർജ് ആകുന്നു എന്ന് പറഞ്ഞാൽ പല രീതിയിൽ പെട്ടെന്ന് അസുഖം വരുന്നു, അല്ലെങ്കിൽ ജോലി പോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിലാണ് ഈ പബ്ലിക് ചാർജ് ആവുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ പിന്നെ അവർക്ക് ഗ്രീൻ കാർഡ് കിട്ടില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നീങ്ങുന്നുണ്ട്. അതിപ്പം അങ്ങനെ ബ്ലാങ്കറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആ ഉദ്യോഗസ്ഥനാണത് തീരുമാനിക്കുന്നത്. അതിപ്പോൾ ഏതൊക്കെ ആനുകൂല്യങ്ങൾ പറ്റിയാലാണ് ആ പിന്നെ അതിന് ദോഷമായിട്ട് ബാധിക്കുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അതെല്ലാം ഉദ്യോഗസ്ഥൻ്റെ മനോധർമ്മം അനുസരിച്ച് പോകുന്ന ഒരു സ്ഥിതി വന്നിരിക്കുന്നു. അതും ഖേദകരമാണ്. എങ്ങനെയായാലും ഈ ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ, സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റാതിരിക്കാൻ നോക്കുക. ഗ്രീൻ കാർഡും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ മുന്നോട്ട് പോകുന്ന ആളുകൾ, അത് ലക്ഷ്യമിടുന്ന ആളുകൾ, ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ചെറുപ്പക്കാർ ഒക്കെ എല്ലാവരും നല്ല ജോലിക്കാരും നല്ല രീതിയിൽ ഉള്ളവരാണ്. അവർ H1 വിസയിലും മറ്റും വന്നവർ. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നെ ജോലിയില്ലാത്ത അല്ല പൈസ ഇല്ലാത്തൊരു പ്രശ്നം ഉദിക്കുന്നില്ല. പക്ഷേ ഈ ബന്ധുക്കൾ സ്പോൺസർ ചെയ്ത് കൊണ്ടുവരുന്നവർക്കാണ് ഈ പ്രശ്നം. പ്രായമായവർ, പിന്നെ കൊച്ചുങ്ങൾ, പിന്നെ ചെറിയ പിള്ളേർ, പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർ. അപ്പോൾ അവരെയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവരൊക്കെയാണ് പബ്ലിക് ചാർജ് ആകാൻ സാധ്യതയുള്ളവർ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വിസയോ അല്ലെങ്കിൽ ഗ്രീൻ കാർഡോ ഒക്കെ കിട്ടുന്നത് പിന്നെ ഈ നിയമം മൂലം പ്രശ്നമായി തീരാൻ ഇടയുണ്ട് എന്ന് കരുതി അതൊരു പിന്നെ ഇങ്ങനെയുള്ള നിയമങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള, അതിനെ മറികടക്കാനുള്ള പുതിയ കാര്യങ്ങളും ഉണ്ടാകുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഡിസ്ഹാർട്ടൻ്റ് ആവേണ്ടതില്ല. പക്ഷേ അതേസമയം തന്നെ സർക്കാരിൻ്റെ പൈസ പറ്റി നാട്ടിൽ നിന്ന് ഇപ്പം ഈ മലയാളിയുടെ കമൻറ്റ് കോളത്തിലൊക്കെ ആളുകൾ എഴുതുന്നത് അത് അത്യാവശ്യമാണ്. ഈ നിയമം ഇവിടെയുള്ള സമ്പന്നരായ ആളുകൾ മാതാപിതാക്കളെ കൊണ്ടുവരും. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ ഉടനെ അവർ 65 വയസ്സ് കഴിഞ്ഞാണ് ഉടനെ സോഷ്യൽ സെക്യൂരിറ്റി കിട്ടും, അതുപോലെ തന്നെ ഫുഡ് സ്റ്റാമ്പ് കിട്ടും, അങ്ങനെയുള്ള ആനുകൂല്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ ഇവിടെ 10 പൈസ ഈ രാജ്യത്തിന് 10 പൈസ പിന്നെ ജോലി ചെയ്യുകയോ 10 പൈസ ഈ രാജ്യത്തിന് കൊടുക്കുകയോ ചെയ്തിട്ടില്ല. എന്നാലും വന്നപാടെ ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടും. അപ്പോൾ അതിനൊരു മാറ്റം വരുന്നത് നല്ലതാണെന്ന് പലരും എഴുതി കാണുകയുണ്ടായി. മെഡിക്കെയ്ഡ് കിട്ടും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പം ഈ ഒന്നുമില്ലാത്തവർക്ക് മെഡിക്കെയ്ഡ് പിന്നെ നല്ലൊരു കാര്യമാണ്. അത് സർവ്വ ചെലവും സർക്കാർ വഹിക്കും. നേരെ മറിച്ച് മെഡിക്കെയർ അല്ലെങ്കിൽ മറ്റ് ഇൻഷുറൻസൊക്കെ ഉള്ളവർ നമ്മൾ കയ്യിൽ നിന്ന് കാശ് പിന്നെ ധാരാളം പൈസ കൊടുത്താണ് ഇതെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നിലനിർത്തുന്നത്. അപ്പോൾ എന്തായാലും ഈ നിയമം ഒന്ന് ശ്രദ്ധയിലിരിക്കണം എന്ന് മാത്രം. നമ്മൾ അതിനെപ്പറ്റി അമിതമായിട്ട് പിന്നെ ആകുലപ്പെടേണ്ടതില്ല എന്ന് തോന്നുന്നു എന്ന് കരുതാം. കാരണം ഇത് പിന്നെ നിയമങ്ങളെല്ലാം മറിയുകയും ചെയ്യാമല്ലോ. രണ്ടാമത്തെ ഒരു കാര്യവും നേരത്തെ അതിൻ്റെ തീരുമാനം പിന്നെ പറഞ്ഞതാണ്. അതിപ്പം ഉടൻ നടപ്പിലാകാൻ പോകുന്ന അതിൻ്റെ ഫൈനൽ റൂള് ഈ ഫെഡറൽ രജിസ്റ്ററിൽ പിന്നെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അപ്പോൾ അത് 60 ദിവസമോ എത്രയോ ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് നിയമമായിട്ട് മാറും. അതായത് ഇത്രയും കാലം ഈ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നവർക്ക് പിന്നെ ഡ്യൂറേഷൻ ഓഫ് സ്റ്റാറ്റസ്, അവർക്ക് സ്റ്റുഡൻറ്റ് എന്നുള്ള ആ സ്റ്റാറ്റസ് ഉള്ളിടത്തോളം കാലം അവർക്കിവിടെ താമസിക്കാം, ഇവിടെ തുടരാം. അപ്പോൾ സ്റ്റുഡൻ്റ് എന്നുള്ള സ്റ്റാറ്റസ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അവർ ഒരു കോഴ്സ് കഴിഞ്ഞാൽ അടുത്ത കോഴ്സ്, പിന്നെ അതിനേക്കാൾ താഴ്ന്ന ലെവലുള്ള ഒരു കോഴ്സ്, മറ്റൊരു കോഴ്സ്, ഇങ്ങനെ നിരന്തരം പിന്നെ പല കോഴ്സുകളിൽ മാറി ചേർന്ന് അപ്പം സ്റ്റാറ്റസ് ഉണ്ട്. അപ്പോൾ അവർക്ക് പ്രശ്നമില്ല. അപ്പോൾ അത് മാറ്റിയിട്ട് ഇപ്പം പുതിയ ഉത്തരവ് വന്നിരിക്കുന്നത് അത് 4 വർഷത്തേക്കാണ് ഇവർക്ക് വിസ കൊടുക്കുക. ഇനി 4 വർഷത്തിന് കൂടുതലുണ്ട് ഇവർ പഠിക്കേണ്ടതുണ്ടെങ്കിൽ അവർ വീണ്ടും ആ വിസ പുതുക്കണം. അത് സർക്കാരിൽ നിന്ന് പുതുക്കണം. ഇതുവരെ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നല്ലേ കോളേജിൽ നിന്ന് പുതുക്കിയാൽ മതിയായിരുന്നു. അതുപോലെ സർക്കാരിനെ അറിയിച്ചതിന് പിന്നെ ബയോമെട്രിക്സും ഒക്കെ എടുത്ത് അങ്ങനെ പുതുക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊരു പ്രോസസ്സായി മാറും. അപ്പം അതുപോലെ തന്നെ മറ്റൊന്ന്, ഈ ഇങ്ങനെ വരുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ഈ വിദ്യാർത്ഥികൾ അവരിപ്പം MAക്ക് മാസ്റ്റേഴ്സ് മാസ്റ്റേഴ്സ് പഠിക്കാനാണ് വന്നതെങ്കിൽ എന്നാൽ പിന്നെ ഒരു ബാച്ചലേഴ്സ് പഠിക്കാനായിട്ട് ചേരാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. അപ്പോൾ മാസ്റ്റേഴ്സ് പഠിക്കാൻ വന്നയാൾ PhDക്ക് വേണേൽ പോകാം, അല്ലെ പിന്നെ MPhilന് പോകാം, അതുപോലെയുള്ള പിന്നെ കോഴ്സിന് പോകാം. പക്ഷേ ഈ പഠിച്ചതിനേക്കാൾ താഴ്ന്ന ഒരു കോഴ്സിനോ അല്ലെ സമാനമായ ഒരു കോഴ്സിനോ ചേരാൻ പറ്റാത്തൊരു അവസ്ഥയുമുണ്ട്. അപ്പോൾ ഇത് എപ്പോഴാണ് പ്രാബല്യത്തിൽ വരുന്നതെന്ന് ചോദിച്ചാൽ ഈ ഉത്തരവ് വന്നതിന് ശേഷം നിലവിൽ പിന്നെ ഈ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ ഇപ്പം നിലവിലുള്ള ആളുകൾ ഈ ഉത്തരവ് വന്നതിന് ശേഷം ആ 4 വർഷം എടുക്കുമല്ലോ ഇത് പ്രാബല്യത്തിൽ വരാനായിട്ട്. 4 വർഷത്തെ കാലാവധി ഉണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ച് ഈ ഉത്തരവ് ബാധകമാകുന്നതനുസരിച്ച് അതും അവർക്ക് പുതുതായിട്ട് ഈ പഴയ ആളുകൾക്കും അത് ബാധകമായി തീരും. അത് പിന്നെ വിദഗ്ധരുമായിട്ട് കുറച്ചുകൂടെ പിന്നെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്, വ്യക്തമായിട്ടുള്ളൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട്. പിന്നെ ഉള്ളത് മറ്റൊരു കാര്യം കണ്ടത് ഈ ഇടതുപക്ഷത്തിന് ഇടതുപക്ഷ നിലപാടുള്ളവർ തീവ്ര ഇടതുപക്ഷത്തിൻ്റെ പരിപാടികളിൽ ആക്രമണത്തിലും അല്ലെങ്കിൽ അട്ടിമറിക്കും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കും ഒക്കെ കൂട്ടുനിന്നവർ അവർക്കാർക്കും ഇങ്ങോട്ട് വിസ കൊടുക്കില്ല എന്നാണ് ഇപ്പം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ പറഞ്ഞിരിക്കുന്നത്.
ഒരു കാരണവശാലും ഈ തീവ്ര ഇടതുപക്ഷം വലിയ വലിയ ദ്രോഹങ്ങളാണ് ലോകമെമ്പാടും ചെയ്യുന്നത്. അപ്പോൾ അവരെ ഇങ്ങോട്ട് അടുപ്പിക്കുക തന്നെ ഇല്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു. അപ്പം ഈ വിസ രംഗത്തും ഈ ഇമിഗ്രേഷൻ രംഗത്തുമൊക്കെ മാറ്റങ്ങൾ വരുന്നു. അപ്പോൾ ഇതെല്ലാം ഇമിഗ്രേഷൻ രംഗത്തൊക്കെ മാറ്റങ്ങൾ വരുമ്പോൾ അത് നമ്മളെയെല്ലാം അസ്വസ്ഥതപ്പെടുത്തുന്നതാണ്. ചെറിയ മാറ്റങ്ങളായിരിക്കും, പക്ഷേ ഓരോ കാര്യങ്ങളും ഒരെണ്ണം വരും, അടുത്തത് വേറൊന്ന് വരും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഈ സിറ്റിസൺഷിപ്പുള്ള ആളുകൾക്ക് പോലും പേടിച്ചിരുന്ന സമയമുണ്ട്. എന്തായാലും ഭാഗ്യവശാൽ സുപ്രീം കോടതി ഇവിടെ ജനിച്ചവർക്ക് പൗരത്വം ജന്മനാ കിട്ടുന്ന ആ പൗരത്വം അതില്ലാതാക്കാനാണ് കൃത്യമായൊരു ഉത്തരവ് വന്നതുകൊണ്ട് പിന്നെ ആ പ്രശ്നം കെട്ടടങ്ങി. എന്തായാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തുടരുന്നു ഇമിഗ്രേഷൻ രംഗത്ത്. ഒന്ന് ശ്രദ്ധയോടുകൂടി ഇരിക്കുക.